माता की, भारत माता की, भारत माता की। अखिल केरला धीवरा सभा के सीनियर वाइस प्रेसिडेंट श्री पुंदुरा श्री कुमार जी, जनरल सेक्रेटरी श्री वी दिनाकरन जी, बीजेपी स्टेट प्रेसिडेंट श्री राजीव चंद्रशेखर जी, धीवरा सभा के प्रेसिडेंट श्री एम.बी. वारिजाक्षण जी, केंद्र सरकार में मेरे सहयोगी श्री जॉर्ज कुरियन जी, सभी जनप्रतिनिधिगण, धीवरा सभा के अन्य सम्मानित सदस्यगण, धीवरा महिला सभा की पदाधिकारिणीगण, अन्य सभी संगठनों के साथी और भाइयों एवं बहनों, कडलिंडी मकलक्क नमस्कारम। आज हम सभी एक ऐतिहासिक अवसर के साक्षी बन रहे हैं। अखिल केरला धीवरा सभा आज अपनी 50th एनिवर्सरी मना रही है। पिछले 50 ईयर्स से ये संगठन फिशरमैन समुदाय के अधिकारों की रक्षा के लिए निरंतर काम कर रहा है। 50 ईयर्स की इस यात्रा में आपका परिश्रम जुड़ा है, आपका सेवा भाव जुड़ा है। मैं इस शुभ अवसर पर केरलम के सभी फिशरमैन साथियों को, धीवरा सभा के सदस्यों को बहुत बहुत शुभकामनाएं देता हूं। ഇന്ന് നാം എല്ലാവരും ഐതിഹാസികമായ ഒരു പരിപാടിക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. അഖില കേരള ധീവര സഭ ഇന്ന് അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ സംഘടന കഴിഞ്ഞ 50 വർഷമായി കേരളത്തിലെ മത്സ്യപ്രവർത്തക സഹോദരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിരന്തരമായ പോരാട്ടത്തിലാണ്. 50 വർഷത്തെ നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ പ്രയത്നത്തോടൊപ്പം നിങ്ങളുടെ സേവന മനോഭാവവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ശുഭാവസരത്തിൽ കേരളത്തിലെ മുഴുവൻ ധീവര സമുദായ അംഗങ്ങൾക്കും അഖില കേരള ധീവര സഭയുടെ കാര്യകർത്താക്കന്മാർക്കും ഞാൻ നന്മകൾ നേരുകയാണ്. एनडे सूरतगढ़े, अभी आप अपने भाषण में कह रहे थे कि प्रधानमंत्री ब्लेसिंग देने के लिए आए हैं। मेरे लिए तो जनता जनार्दन ही भगवान है। मैं ब्लेसिंग लेने के लिए आया हूं। ഇപ്പോൾ നമ്മുടെ ദിനകരൻജി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, പ്രധാനമന്ത്രി ഇവിടെ എത്തിയത് നമുക്ക് അനുഗ്രഹം തരാനാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് എൻ്റെ ഈശ്വരൻ, ജനതയാണ് ജനാർദ്ദനൻ. ഞാൻ നിങ്ങളിൽ നിന്നും അനുഗ്രഹം തേടാനാണ് എത്തിയിരിക്കുന്നത്. कुछ ही समय पहले जब मैं केरल में आया था तो अखिल केरला धीवरा सभा के साथियों से मेरी मुलाकात हुई। कई विषयों पर आपसे चर्चा हुई थी। इतने कम समय में ही इस महत्वपूर्ण आयोजन में मैं एक बार फिर आपके बीच उपस्थित हूं। और आज जब मैं आपके बीच आया हूं तो पूरे प्रदेश के लिए एक आनंद का भाव भी है। मेरे मलयाली भाई बहनों का लंबा इंतजार पूरा हुआ है। आप सभी की बरसों से इच्छा थी कि केरला का नाम बदलकर केरलम किया जाए।
केंद्र की हमारी बीजेपी एनडीए सरकार ने इस प्रस्ताव को मंजूरी दे दी है। मैं आप सबके चेहरों पर इसकी खुशी देख सकता हूं। भारत के इस सुंदरतम राज्य को अब मलयाली कल्चर के मुताबिक सही नाम मिला है, सही पहचान मिली है। मैं इस फैसले के लिए सभी केरलम वासियों को बहुत बहुत बधाई देता हूं। പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുൻപ് ഞാൻ കേരളത്തിലെത്തിയപ്പോൾ ധീവര സമുദായ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും വിവിധ വിഷയങ്ങൾ അവരുമായി ചർച്ച ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഞാനിപ്പോൾ വീണ്ടും നിങ്ങളുടെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സംസ്ഥാനം മുഴുവൻ ഒരു സന്തോഷകരമായ അവസ്ഥയിലുള്ളപ്പോഴാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദീർഘകാലത്തെ പ്രതീക്ഷ ഇന്ന് സഫലമായിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരള എന്ന പേര് മാറി കേരളം എന്നാക്കണമെന്നുള്ള വർഷങ്ങളായുള്ള നിങ്ങളുടെ ആവശ്യം ഇന്ന് നിറവേറ്റപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാരാണ് ഈ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് എനിക്ക് അതിൻ്റെ സന്തോഷം കാണാൻ കഴിയുന്നുണ്ട്. ഭാരതത്തിലെ മഹത്തായ സുന്ദരമായ ഈ സംസ്ഥാനത്തിന് ഇന്ന് മലയാളിയുടെ സംസ്കാരത്തിന് അനുയോജ്യമായ ഒരു പേര് കിട്ടിയിരിക്കുകയാണ്. ഈ തീരുമാനത്തിന്റെ പേരിൽ എല്ലാ കേരളം വാസികൾക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. अखिल केरला धीवरा सभा ने जीविका और जीवन के प्रगति और प्रकृति के संतुलन का उत्तम उदाहरण पेश किया है। आप सभी भारतीय दर्शन और विचारों को जीते हैं। आप सभी प्रकृति को एक ही दिव्य चैतन्य का हिस्सा बताते हैं। दुनिया जब नदियों को, पानी को, समुद्र को केवल एक संसाधन मानती है, धीवरा समाज समुद्र को अम्मा मानता है। പ്രിയപ്പെട്ടവരെ, അഖില കേരള ധീവരസഭ എന്നത് ഉപജീവനവും ജീവനവും തമ്മിലുള്ള പുരോഗതിയും സംസ്കൃതിയും തമ്മിലുള്ള സന്തുലിതമായ സമ്മേളനത്തിന്റെ ഉദാഹരണമാണ്. നിങ്ങൾ ഭാരതീയ ദർശനങ്ങളെയും ചിന്താ പദ്ധതികളുടെയും സജീവമായ ഉദാഹരണമാണ്. നിങ്ങൾ ഈ പ്രകൃതിയെ ഒരേ ഒരു മഹത്തായ ദിവ്യ ചൈതന്യത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. നദികളെയും വെള്ളത്തെയും സമുദ്രത്തെയും ഒക്കെ മറ്റുള്ളവർ വെറും വിഭവങ്ങളായി കാണുമ്പോൾ ധീവര സമൂഹം അവയെ അമ്മയായാണ് കണക്കാക്കുന്നത്. समुद्र की रक्षा की कामना, उसके लिए श्री कुरुम्बा देवी की पूजा, श्री कुरुम्बा मंदिरों के संरक्षण के लिए आपके प्रयास, ये दिखाता है कि भारत सदियों से प्रकृति और पर्यावरण के लिए कितना संवेदनशील रहा है। आप अपनी परंपरा को भगवान व्यास से भी जोड़ते हैं, यानी आपकी परंपरा भारत के इतिहास का अहम हिस्सा है। इस धरती के महान गौरव को संजो कर रखने के लिए मैं आप सबकी हृदय से बहुत बहुत सराहना करता हूं. സമുദ്രത്തെ സംരക്ഷിക്കണമെന്ന ആഗ്രഹം, അതിനായി കുറുംബദേവിയുടെ പൂജ, ശ്രീ കുറുംബക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾ നടത്തുന്ന പ്രയത്നം, ഇവയൊക്കെ പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കാൻ ഭാരതം നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പൈതൃകത്തെ ഭഗവാൻ വേദവ്യാസനുമായാണ് ചേർത്ത് വെക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ പാരമ്പര്യം എന്നത് ഭാരതത്തിന്റെ ഇതിഹാസത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ മണ്ണിനെ മഹത്വമുള്ളതായി കരുതി സംരക്ഷിക്കുന്നതിന് നിങ്ങളേവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. कोची केरलम के इतिहास में
सामाजिक परिवर्तनम की पवित्र भूमि रही। पंडित करुप्पन के नेतृत्व में यहीं से सम्मान और समानता की आवाजें उठी थी। उस जज्बे को अखिल केरला धीवरा सभा ने आज भी जीवंत बना रखा है। मैं इस अवसर पर माता अमृतानंदमयी जी को भी नमन करूंगा। उनका जीवन निस्वार्थ सेवा का एक अद्भुत उदाहरण है। उनका मुझ पर जो स्नेह रहा है वो मेरा बहुत बड़ा सौभाग्य है। സുഹൃത്തുക്കളെ, കേരളത്തിന്റെ ചരിത്രത്തില് കൊച്ചി എന്നുള്ളത് സാമൂഹ്യ പരിവർത്തനത്തിന്റെ മണ്ണായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മണ്ണിൽ നിന്നാണ് പണ്ഡിറ്റ് കരുപ്പൻ സ്വാഭിമാന ബോധത്തിന്റെ അവകാശ പോരാട്ടത്തിന്റെ ഒക്കെ ശബ്ദമുയർത്തിയത്. അതേ വികാരമാണ് ഇന്നും സജീവമായി ധീവരസഭ നിലനിർത്തുന്നത്. ഈ അവസരത്തിൽ ഞാൻ ലോകാരാധ്യയായ മാതാ അമൃതാനന്ദമയി ദേവിയെ ഞാൻ നമസ്കരിക്കുകയാണ്. അമ്മയുടെ ജീവിതം എന്നുള്ളത് നിസ്വാർത്ഥ സേവനത്തിന്റെ അത്ഭുതകരമായ ഉദാഹരണമാണ്. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളൊന്നായി ഞാൻ കരുതുകയാണ്. एनडे सूरतगढ़े आज अखिल केरला धीवरा सभा के 50 वर्ष का ये अवसर हमें उसके महान कार्यों को याद करने का भी मौका देता है। राष्ट्रीय चेतना से जुड़े हर विषय पर आपने आगे आकर जिम्मेदारी संभाली। भारत की समुद्री सीमा की रक्षा में आपकी कम्युनिटी पहली पंक्ति की प्रहर बनकर के खड़ी रही। राम जन्मभूमि आंदोलन में इस समुदाय की सक्रिय भागीदारी रही है। सामाजिक समरसता को आगे बढ़ाने में अखिल केरला धीवरा सभा ने बहुत महत्वपूर्ण योगदान दिया है। ധീവരസഭയുടെ സുവർണ ജൂബിലി വർഷം എന്നുള്ളത് സഭയുടെ മഹത്തായ പ്രവർത്തനങ്ങളെ ഓർമ്മിക്കാനുള്ള അവസരം കൂടിയാണ്. രാഷ്ട്രത്തിന്റെ ചേതന സംരക്ഷിക്കേണ്ട അവസരങ്ങളിലെല്ലാം നിങ്ങൾ മുന്നോട്ട് വന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഭാരതത്തിന്റെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കാൻ ഈ സമൂഹം എന്നും മുൻപന്തിയിൽ നിന്നിരുന്നു. മുന്നണി പോരാളികളായി തന്നെ നിലനിന്നിരുന്നു. രാം ജന്മഭൂമി പ്രക്ഷോഭ സമയത്തും ഈ സമുദായം വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. സാമൂഹ്യ സന്തുലിതാവസ്ഥ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും अखिल केरला धीवरसभा നടത്തുന്ന ശ്രമം നിസ്തുലമാണ്, മഹത്തരമാണ്. एनडे सूरतगढ़े केरलम में आई विनाशकारी बाढ़ के समय भी पूरे देश ने आपकी सेवा भावनाओं को बहुत करीबी से देखा है। जब राज्य अभूतपूर्व संकट का सामना कर रहा था तब हमारे इस समाज के लोगों ने मोर्चा संभाला था। वो तस्वीरें कोई नहीं भूल सकता जब आपने अपनी नावों को जोखिम में डालकर फंसे हुए परिवारों को बचाया, जरूरतमंदों तक सामान पहुंचाया। इसी भावना के कारण आज पूरा देश फिशरमैन समुदाय के साहस, सेवा और समर्पण को सम्मान के साथ याद करता है. കേരളത്തില് വൻ പ്രളയമുണ്ടായപ്പോൾ ഈ സമുദായത്തിന്റെ സേവന മനോഭാവം ലോകം മുഴുവൻ അടുത്തുനിന്ന് കണ്ടതാണ്. ഈ നാട് എപ്പോഴൊക്കെ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനെ അതിജീവിക്കാനുള്ള പ്രവർത്തനം ഈ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. ആ ചിത്രമൊന്നും ഒരിക്കലും ഒരാളും മറക്കില്ല. പ്രളയ സമയത്ത് നിങ്ങൾ ജീവൻ പണയപ്പെടുത്തി വള്ളമിറക്കി നിരവധി കുടുംബങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഇവയൊന്നും ആരും മറക്കില്ല. ഈ കാരണങ്ങളാലെല്ലാം തന്നെ ധീവര സമുദായത്തിന്റെ ധീരതയും സമർപ്പണ മനോഭാവവും നന്ദിയോടെ ഈ രാജ്യം ഓർക്കുകയാണ്. एनडे सूरतगढ़े हमारी फिशरमैन कम्युनिटी की मेहनत, उनकी क्षमता देश की अर्थव्यवस्था को नई गति देने की ताकत रखती है। लेकिन दशकों तक इस बड़े वर्ग की उपेक्षा होती रही। आपके श्रम के साथ
पिछली सरकारों ने कभी न्याय नहीं किया, लेकिन अब बीजेपी एनडीए सरकार आपके असीम सामर्थ्य को मान देते हुए आगे बढ़ रही है. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികളുടെ അധ്വാനവും കാര്യക്ഷമതയും നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ദിശാബോധവും ശക്തിയും നൽകുന്നുണ്ട്. എന്നാൽ വർഷങ്ങളായി ഈ സമൂഹത്തിന് അവഗണന മാത്രമാണ് തിരികെ കിട്ടിയത്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹമായ പരിഗണന കഴിഞ്ഞ സർക്കാരുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻഡിഎ സർക്കാരാണ് നിങ്ങളുടെ സമാനതകളില്ലാത്ത കഴിവിന് അംഗീകാരം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. हमारी सरकार ने फिशरमैन कम्युनिटी के सामर्थ्य को ब्लू इकोनॉमी